നമസ്കാരം. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ സഖ്യകക്ഷിയായ CPIയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പിട്ട CPMന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വെറുമൊരു വകുപ്പ് തല തർക്കമല്ല, മറിച്ച് CPIയുടെ തന്നെ പ്രക്ഷോഭമാണ്. CPMന്റെ ചട്ടുകമല്ല CPI എന്ന് ലോകത്തെ കാണിക്കാനുള്ള അവസാന ശ്രമമാണ്. ഈ പ്രശ്നത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതോടെ ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയം ഇന്നോളം കാണാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ CPI നൽകിയ റെഡ് ലൈൻ അടുക്കുമ്പോൾ CPI മന്ത്രിമാരുടെ രാജിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുമോ എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണിയിലെ ഈ റെഡ് അലർട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റിമറിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കരാർ ഒപ്പിട്ടതിൽ സുതാര്യതയില്ലാതെ പോയതിനെ കുറിച്ചും ദുരൂഹമായ ധൃതി ഉണ്ടായതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഭരണമുന്നണിയുടെ കൂട്ടുത്തരവാദിത്തത്തെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്നുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പാക്കാനായി കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട CPMന്റെ ഏകപക്ഷീയമായ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് CPI വ്യക്തമാക്കിയത് ഇതാണ്. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ വെള്ളം ചേർക്കുന്ന വിദ്യാഭ്യാസം പോലുള്ള സുപ്രധാന മേഖലകൾ കേന്ദ്രത്തിന് അടിയറവ് വെക്കുന്ന ഈ നീക്കത്തിൽ CPIക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കൈക്കൊണ്ട ഈ നടപടി മുന്നണി മര്യാദകളെയും കൂട്ടായ തീരുമാനമെടുക്കൽ പ്രക്രിയയെയും പൂർണ്ണമായി അട്ടിമറിച്ചു. മന്ത്രിസഭയിൽ പോലും വിഷയം അവതരിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നടപടി വിശ്വാസമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. CPI നാളെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തോമസ് ചാണ്ടി വിഷയത്തിലും EMSന്റെ കാലഘട്ടത്തിലും മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച് CPI മുന്നണി രാഷ്ട്രീയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. നവംബർ 4-ന് മുൻപ് ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഉറപ്പ് നൽകിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും മന്ത്രിമാർ രാജിവെക്കുമെന്ന CPIയുടെ തീരുമാനമുണ്ടെന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കേരള രാഷ്ട്രീയം ഇന്ന് എത്തി നിൽക്കുന്നത് LDF എന്ന ഭരണമുന്നണിയുടെ നട്ടെല്ല് പരീക്ഷിക്കപ്പെടുന്ന നിർണായക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടതിൽ CPM പുലർത്തിയ ദുരൂഹമായ ധൃതിയും സുതാര്യതയില്ലായ്മയും വെറുമൊരു നയപരമായ പിഴവായി മാത്രം കാണാൻ സാധിക്കില്ല. CPIയുടെ ശക്തമായ നിലപാട് ഇത് തെളിയിക്കുന്നതാണ്. CPMന്റെ ഏകപക്ഷീയമായ ഈ നടപടി ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെയും മുന്നണി മര്യാദകളെയും തകർത്തെറിയുന്നതാണ്. നവംബർ 4-ന് മുൻപ് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ CPM തയ്യാറായില്ലെങ്കിൽ CPI മന്ത്രിമാരുടെ രാജിയിലേക്ക് പോലും കാര്യങ്ങൾ എത്താം. CPM ചെയ്തതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ധാർഷ്ട്യം മുന്നണിയെ പിളർപ്പിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPMന് മാത്രമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ റെഡ് അലർട്ട് മുന്നണിയുടെ കെട്ടുറപ്പിനെ മാത്രമല്ല CPMന്റെ ഏകാധിപത്യ പ്രവണതകളെ ചോദ്യം ചെയ്യുന്ന ഒരു ജനകീയ വിഷയമായി മാറിക്കഴിഞ്ഞു. ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെയും LDFന്റെയും ഭാവിയുടെ അന്തിമ വിധി നിർണയിക്കുക. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.